കൊച്ചി അധോലോകത്തെക്കുറിച്ചും ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ന്യൂസ് 18 അന്വേഷണ പരമ്പരയിൽ ഒടുവിൽ പോലീസിന്റെ നടപടി. പെരുമ്പാവൂർ അനസിനെ പരസ്യമായി വെല്ലുവിളിച്ച് ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ പോലീസ് ചോദ്യം ചെയ്തു. പെരുമ്പാവൂർ അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന നിഷിലിൽ നിന്നും ആലുവ പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അനസിന്റെ സഹോദരൻ അസീസിനെയും പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്തതായാണ് വിവരം. കൂടുതൽ പേർക്കെതിരെ പോലീസ് നടപടിയുണ്ടാകുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18ലൂടെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസും ATSും കൂടുതൽ ജാഗ്രത പാലിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഔറംഗസേബിനെയും അനസിന്റെ സഹോദരൻ അസീസിനെയും അനസിന്റെ കൂട്ടാളിയായിരുന്ന നിഷിലിനെയും പോലീസ് ചോദ്യം ചെയ്തു. ഔറംഗസേബിനെ പെരുമ്പാവൂർ പോലീസും നിഷിലിനെ ആലുവ പോലീസുമാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ഔറംഗസേബും നിഷിലും അനസിന്റെ ഭാഗത്തുനിന്നും വധശ്രമമുണ്ടായിരുന്നതായി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഔറംഗസേബിനെയും നിഷിലിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അനസിന്റെ സഹോദരൻ അസീസിന്റെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് വധഭീഷണി ഉണ്ടായി എന്ന പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ അനസിന്റെ സഹോദരൻ അസീസിനെ പോലീസ് ചോദ്യം ചെയ്തത്. അനസിന്റെ കൂട്ടാളിയായിരുന്ന നിഷിൽ കൊടുവള്ളി സ്വർണ്ണപ്പൊട്ടിക്കൽ കേസിലെ പ്രതിയാണ്. അതുപോലെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലും നിഷിൽ പ്രതിയാണ്. ഒരുപക്ഷെ ഈ രണ്ട് കേസുകളുടെ പശ്ചാത്തലത്തിലാകാം പോലീസ് നിഷിലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്ന അഭ്യൂഹവുമുണ്ട്. അതേസമയം അനസും കൂട്ടാളികളും എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ നേരിടുമെന്നാണ് ഔറംഗസേബ് ന്യൂസ് 18നെ അറിയിച്ചത്. ഇതിനിടെ ഈ വാർത്ത പുറത്തുകൊണ്ടുവന്ന ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനെതിരെയും ഭീഷണിയെത്തി. വാട്സാപ്പിൽ വിദേശ നമ്പറിൽ നിന്നുമാണ് ഭീഷണി സന്ദേശമെത്തിയത്. കുടുംബാംഗങ്ങളെ അപായപ്പെടുത്തുമെന്നും ഭീഷണി സന്ദേശത്തിലുണ്ട്. ഈസ്റ്റർ ദിനത്തിന് തൊട്ട് തലേ ദിവസം എന്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് വഴി, ഇത് വിദേശ നമ്പറിൽ നിന്നും വാട്സപ്പ് വഴിയും ഒരു ഭീഷണി സന്ദേശം, എന്റെ വീടിന്റെ ചിത്രമടക്കമുള്ള ഭീഷണി സന്ദേശം വരുന്നു. വീടിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ വീടിന് തൊട്ട് പുറത്തുണ്ട്. ഈ വാർത്ത, അതായത് ഇത് നിർത്തണം, ഇത് നിർത്തിയില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ആ ഭീഷണി സന്ദേശം വാട്സപ്പ് മുഖേന എത്തിയത്. വാർത്തയെ തുടർന്ന് പോലീസും മറ്റ് സംവിധാനങ്ങളും കൂടുതൽ ജാഗ്രത പാലിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് 18 കൊച്ചി.